ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ എപ്പോഴും ഒരു മാസ് എന്നുള്ള ആ ഒരു സംസ്കാരമുണ്ട്. ഒരു മാസ് ലീഡർ എങ്ങനെ വീരാരാധന അതിന് എല്ലാ അർത്ഥത്തിലും ചേരുന്ന ഒരു ലീഡറാണ് കുപ്പുസ്വാമി അണ്ണാമലൈ. പലപ്പോഴും MGR ആയിട്ടൊരു കണക്ഷൻ, അത് MGR ആണല്ലോ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാസ് ലീഡർ ആയിരുന്നത്. കാരണം ജനങ്ങളുമായിട്ട് അത്രയും കണക്ട് ചെയ്യുന്ന ഒരു ലീഡർ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വേർഷനാണ് അണ്ണാമലൈ എന്നുള്ള രീതിയിൽ വിമർശിക്കുമ്പോൾ തന്നെ സർന്ന് വിളിച്ച് വിമർശിക്കാറുണ്ട്. തീർച്ചയായും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ ജോൺ ബ്രിട്ടാസ് അടിക്കിയ ഒരു വീഡിയോ ഉണ്ട്. യുവജനതയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു കക്ഷിയല്ല. DMK ഒപ്പം ചേർന്ന് ഉള്ള ഒരു ശക്തിയല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പിക്ചറിലേ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കേണ്ട ഈ അണ്ണാമലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് മോദി. അത് ആ ഒരു ലാസ്റ്റ് നടന്ന ഒരു കൈതട്ടുന്നത് മനസ്സിലാവും. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതെ, മോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ പഴയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. തുഗ്ലക്കിന്റെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJP എന്തായാലും ഒരു വലിയ മാറ്റമായിട്ടുള്ള ഒരു മാറ്റം അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും BJP ഏറ്റവും ചുരുങ്ങിയത് 10% കൂടുതൽ വോട്ട് ഇത്തവണ ഒറ്റയ്ക്ക് പിടിക്കും. നമസ്കാരം, ബ്രേവ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ നിലിൻ കൃപാകരനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പോണ്ടിച്ചേരി ഉൾപ്പെടെ 40 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. 2019 തെരഞ്ഞെടുപ്പും 2024 തെരഞ്ഞെടുപ്പും തമ്മിൽ BJPക്കുള്ള പ്രകടമായ വ്യത്യാസം കർണാടക സിംഗം എന്നറിയപ്പെട്ടിരുന്ന കുപ്പുസ്വാമി അണ്ണാമലൈ, മുൻ IPS ഓഫീസർ, BJPയിലേക്ക് എത്തി BJPയുടെ പ്രസിഡൻ്റായി. അദ്ദേഹം കൊണ്ടുവന്ന ഒരു എഫക്റ്റ് തമിഴ്നാട്ടിൽ എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ ഒരു മാറ്റങ്ങൾ? എന്താണ് നിലിന് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് എന്നും BJPക്ക് ഒരു ബാലികാറ മലയായിരുന്നു. കാരണം എപ്പോഴും ഒരു മെയിൻ സ്ട്രീമിൽ BJP തമിഴ്നാട്ടിൽ ഉണ്ടാകാറില്ല. പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, അതായത് അവിടുത്തെ BJP പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവിനായി അവർ കുറേ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത് എല്ലാ ചേരുവകളും ശരിക്കും വരുന്ന ഒരു യഥാർത്ഥ തമിഴൻ. അതെ, എല്ലാ അർത്ഥത്തിലും ഒരു യഥാർത്ഥ തമിഴൻ. അതുമാത്രമല്ല, ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള IPSൽ ആയിട്ട് അദ്ദേഹം പേര് തെളിയിച്ചു. അതുമാത്രമല്ല, വിവിധ മേഖലകളിൽ കൃത്യമായി പോയിന്റുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു നേതാവ്. കാരണം അദ്ദേഹം പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓരോ അദ്ദേഹത്തിൻ്റെ റാലികളിലാണെങ്കിലും ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിൽ എപ്പോഴും ഒരു മാസ് എന്നുള്ള ആ ഒരു സംസ്കാരമുണ്ട്. ഒരു മാസ് ലീഡർ എങ്ങനെ വീരാരാധന അതിന് എല്ലാ അർത്ഥത്തിലും ചേരുന്ന ഒരു ലീഡറാണ് കുപ്പുസ്വാമി അണ്ണാമലൈ. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നു. കർഷകന്റെ മകനായി ജനിച്ച് സ്വന്തം പ്രയത്നത്താൽ ഉയർന്നു വന്ന് IPS ആയി. അതിനു മുമ്പ് അദ്ദേഹം IIMൽ പോയി MBA എടുത്തു. അപ്പം അങ്ങനെ ഒരു വലിയ രീതിയിൽ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വരുന്ന ഒരു നേതാവാണ് അണ്ണാമലൈ. അതുമാത്രമല്ല, അണ്ണാമലൈക്കുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റി. വാർത്തകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. DMKയുടെ കുടുംബാധിപത്യം, അഴിമതി, സ്വജനപക്ഷപാതം, ഇതിനെതിരെ അദ്ദേഹം നിരന്തരമായിട്ട് സംഘർഷങ്ങൾ നടത്തുന്നു, പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വന്ന് മാസങ്ങൾക്കകം തന്നെ അണ്ണാമലൈ ചർച്ചയാകാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ DMK ഫയൽസൊക്കെ നമുക്കറിയാം. ഓൾറെഡി അദ്ദേഹം ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു രംഗപ്രവേശം അദ്ദേഹത്തിന് പറ്റി. ഒരു മാസ് എൻട്രി അണ്ണാമലൈക്ക് സാധിക്കും. AIADMK നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തേക്ക് അദ്ദേഹം വരികയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം വന്നതിന് ശേഷം BJP സഖ്യകക്ഷിയുമായിട്ടുള്ള സഖ്യം വിടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് വലിയൊരു ഫാക്ടറായിരുന്നു. കാരണം അണ്ണാമലൈ BJP കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ ഒരു കോൺഫിഡൻസ് ആയിരുന്നു അത്. കാരണം അണ്ണാമലൈ പറഞ്ഞു, BJP ഇങ്ങനെ പോയാൽ പറ്റില്ല. BJP AIADMKയുടെ ഒരു സെക്കൻഡ് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ BJPക്ക് ഒരു വളർച്ച തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല. പക്ഷേ BJPക്ക് ഇപ്പോൾ നിലവിൽ വളരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം AIADMK ആകെ തകർന്നു. ജയലളിതയുടെ മരണത്തിന് ശേഷം വിവിധ വിഭാഗങ്ങളായി. OPSൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, പനീർസെൽവം നമുക്കറിയാം, പളനിസ്വാമിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ തന്നെ TTV ദിനകരൻ, അങ്ങനെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ്. കാരണം ഒരു DMK വോട്ട് കറക്റ്റായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു വലിയ ശക്തിയായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അണ്ണാമലൈ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് മോദിക്ക് ഉൾപ്പെടെ കൺവിൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗാംബ്ലിങ്ങിന് തയ്യാറായത്. പല ആളുകളും വിമർശിച്ചിരുന്നു. കാരണം BJPക്കിടയിൽ തന്നെ ഒരു വിഭാഗം സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം AIADMKയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് സീറ്റ് സേഫ് ആയിട്ട് ജയിക്കാൻ പറ്റില്ല. പക്ഷേ BJPയുടെ യഥാർത്ഥ ലക്ഷ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ്. കാരണം കൃത്യമായിട്ട് ഇത് നോക്കണം, നമുക്കൊരു എക്സാമ്പിൾ തന്നെ പറയാൻ പറ്റും. ബംഗാളിൽ ഏതാണ്ട് ഇതേ സ്ട്രാറ്റജി ആയിരുന്നു BJP പയറ്റിയിരുന്നത്. ബംഗാളിൽ 2014 BJP 17% വോട്ടും
2 സീറ്റും നേടിയാണ് ശരിക്കും ഒരു രംഗപ്രവേശം ഉണ്ടായത്. അതിനുശേഷം നമുക്കറിയാം എങ്ങനെ ബംഗാളിൽ BJP വളർന്നു. ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷമാണ്. ബംഗാളിൽ ഈ ഒരു അവസ്ഥയിൽ മിക്കവാറും മമതയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ വരെ BJP നേടാമെന്നാണ് ഇപ്പം നിലവിൽ ഒരു ഒട്ടുമിക്ക ഒപ്പീനിയൻ. അവിടുത്തെ മമതയ്ക്ക് ശേഷം മമത മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇടതുപക്ഷമായിരുന്നല്ലോ പ്രതിപക്ഷം. ഇടതുപക്ഷത്തെ അപ്രസക്തമായിക്കൊണ്ടാണ് അന്ന് BJP ബംഗാളിൽ കയറി വന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷത്തെ അപ്രസക്തമായി BJP പ്രതിപക്ഷത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതെ, ആ ഒരു താരതമ്യം കറക്റ്റാണ്. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് അണ്ണാമല നടത്തിയ യാത്ര, കഴിഞ്ഞ ഒരു കാലയളവിൽ അദ്ദേഹം നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ യാത്ര, അത് ശരിക്കും തമിഴ്നാട്ടിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ ജനങ്ങളുമായി സംവദിക്കാനും ആൾക്കൂട്ടത്തെ വലിയ രീതിയിൽ ആകർഷിക്കാനൊക്കെ ആ യാത്ര BJPക്ക് സഹായകമായിട്ടുണ്ട്. കാരണം അണ്ണാമല ശരിക്കും ഒരു മാസ് ലീഡർ എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നല്ല രീതിയിലുള്ള മീഡിയ കവറേജും കിട്ടി. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആ യാത്രയിൽ വലിയ തോതിൽ വന്നിരുന്നു, യുവാക്കൾ. ഈ ഒരു സാന്നിധ്യം വളരെ പോസിറ്റീവാണ്. കാരണം അണ്ണാമല ഒരു പോസിറ്റീവ് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലെ പല ജനങ്ങളും ഇപ്പം ഇന്ന് തമിഴ്നാട്ടിലെ ജനസംഖ്യയിൽ നമുക്കറിയാം എല്ലാ നാട്ടിലും ഒരു നല്ലൊരു ശതമാനം യുവാക്കളാണ്. ഒരു 40% അല്ലെങ്കിൽ ഒരു 50% വരുന്ന ആളുകൾ യുവാക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ആസ്പിറേഷനുള്ള വിഭാഗമാണ്. അപ്പോൾ അവർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു പോസിറ്റീവ് ചിന്തയും ഒക്കെ നൽകുന്ന, ശരിക്കും ജീവിതത്തിൽ അത് പകർത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് തന്നെ എഡ്യൂക്കേറ്റഡായ തമിഴ് യുവജനതയ്ക്കിടയിൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പോസിറ്റീവാണ്. കാരണം അദ്ദേഹം ഓരോ വിഷയങ്ങളും പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. അതുമാത്രമല്ല DMKയുടെ അഴിമതി, അവിടുത്തെ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ കുറേ കാലമായിട്ട് നിലനിന്നിരുന്ന ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ്, അതിനെ ശരിക്കും മറികടന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടത്തെ അദ്ദേഹം ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ചില സൈക്കോളജിസ്റ്റുകളെല്ലാം പറയുന്നത് BJP എന്തായാലും ഇത്തവണ നേട്ടമുണ്ടാക്കും, ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ കിട്ടിയത് 3.5%, 3.65% വോട്ടായിരുന്നു. അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5.5% കിട്ടിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ ADMKയുടെ കൂടെയായിരുന്നു മത്സരിച്ചത്. 4 സീറ്റ് കിട്ടി. പക്ഷെ എന്നിരുന്നാലും 3% താഴെ BJPക്ക് വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ അതായിരിക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രെൻഡ് പ്രകാരം പറയുന്നത് 12 മുതൽ 18% വരെ എങ്കിലും BJPയുടെ ആ ഒരു വോട്ട് ശതമാനം ഒറ്റയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇപ്പം പുതിയ തലമുറ എന്ന് പറയുന്ന തമിഴ് ചാനലിൻ്റെ ഒരു സർവേയിൽ പറയുന്നത് BJPക്ക് 19% വോട്ട് കിട്ടും. 4 മുതൽ 6 സീറ്റ് വരെ BJP നേടിയേക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന CNN ന്യൂസ് 18 സർവേയിലും BJPയുടെ NDAക്ക് 5 സീറ്റ് വരെയൊക്കെ ലഭിച്ചേക്കാം എന്നുള്ള പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPക്ക് ഒരു നഷ്ടമില്ല തമിഴ്നാട് നോക്കുമ്പോൾ. കാരണം നേട്ടം തന്നെയായിരിക്കും. കാരണം താഴെ തട്ടിൽ പാർട്ടിയെ വളർത്താൻ അണ്ണാമലയ്ക്ക് ഒരു പരിധിവരെ ഇപ്പം സാധിക്കുന്നുണ്ട്. ഇപ്പം നോർത്ത് തമിഴ്നാട് എടുത്തു നോക്കുകയാണെങ്കിൽ BJPക്ക് പൊതുവെ ശക്തിയുള്ളത് കൊങ്കു ബെൽറ്റിലാണ്. നമുക്കറിയാം കോയമ്പത്തൂർ, തിരുപ്പൂർ വരുന്ന മേഖലയിൽ BJP പരമ്പരാഗതമായി BJPക്ക് സ്വാധീനമുണ്ട്, ജയിച്ചിട്ടുള്ള സീറ്റുകളാണ്. അതെ, അപ്പം അതുണ്ട്. അത് കൂടാതെ തന്നെ ദക്ഷിണ തമിഴ്നാടിൽ, സദേൺ തമിഴ്നാടിൽ, കന്യാകുമാരി, തിരുനെൽവേലി ആ മേഖലകളിലും BJPക്ക് പോക്കറ്റ്സ് ഉണ്ട്, രാമനാഥപുരം. പക്ഷേ ഈ ഇടത്തൊക്കെ യാത്ര പോകുമ്പോൾ വലിയ റെസ്പോൺസാണ് കിട്ടുന്നത്. അത് കുറേയൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അണ്ണാമലയെ പോലത്തെ ഒരു ലീഡർ വരുന്നു, എല്ലാം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം. അതിൻ്റെ ഒപ്പം അണ്ണാമലയും കൂടെ ചേർന്ന് വരുമ്പോൾ വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നോർത്ത് തമിഴ്നാട് ഉണ്ടല്ലോ, അതായത് DMKയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയുള്ള ഏരിയ, അതുകൂടാതെ ആ ഒരു മേഖല, അതായത് കൊങ്കുനാടിനും നോർത്തായിട്ടുള്ള മേഖല, അതായത് പക്ക ചെന്നൈ ആ ഒരു മേഖലയിലേക്ക് പോകുന്ന വെല്ലൂർ ആ റീജിയനിലൊക്കെ വൻ സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ എൻ മണ്ണ് എൻ മക്കൾ യാത്രയ്ക്ക് ലഭിച്ചത്. അത് പല തമിഴ്നാട്ടിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിസ്മയമായിട്ട് കണ്ടു. കാരണം അത് ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ ആണെന്നുള്ള രീതിയിൽ. കാരണം അത്ര സ്വാധീനമില്ലാത്ത BJPക്ക് യാതൊരു താഴെത്തട്ടിൽ ഒരു സ്വാധീനമില്ലാത്ത ഗ്രാമീണ മേഖലകളിൽ പോലും വൻ സ്വീകരണം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കുണ്ട്. നമ്മൾ ഈ വീഡിയോസൊക്കെ കാണാം, വൈറലായുള്ള വീഡിയോസ്, അണ്ണാമല കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുന്നതും അദ്ദേഹം സെൽഫി എടുക്കാൻ വേണ്ടി വളരെ ക്ഷമാശീലനായി നിന്നുകൊണ്ട്, പലപ്പോഴും MGR ആയിട്ടൊരു കണക്ഷൻ, അത് MGR ആണല്ലോ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാസ് ലീഡർ ആയിരുന്നത്. കാരണം ജനങ്ങളുമായിട്ട് അത്രയും കണക്ട് ചെയ്യുന്നൊരു ലീഡർ. അപ്പം അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് അണ്ണാമല എന്നുള്ള രീതിയിൽ ഇത് വരുന്നത്. അതുമാത്രമല്ല, ഈ ഓൾറെഡി ഒരു നല്ല ട്രാക്ക് റെക്കോർഡ്, അതായത് പോലീസുകാരനായിരുന്നപ്പോൾ തന്നെ അത്രയും വലിയൊരു ട്രാക്ക് റെക്കോർഡ്, അഴിമതി ലേശം പോലും അഴിമതി ഇല്ലാത്ത ഒരാൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ ഒരു വീരാരാധനയ്ക്ക് പറ്റിയ ഒരാൾ, അതായത് ഒരു IPS കാരൻ, പിന്നെ കർണാടക സിംഗം എന്നറിയപ്പെട്ടു. തിരിച്ച് തമിഴ്നാട്ടിൽ എത്തിയതിനു ശേഷം തന്നെ മാധ്യമങ്ങളോടുള്ള ഇടപെടലുകൾ
ഒരു കാരണവശാലും, അതായത് അദ്ദേഹം വിമർശിക്കുമ്പോൾ തന്നെ സാറിന് വിളിച്ച് വിമർശിക്കാറുള്ളൂ. തീർച്ചയായും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവില് അതെ, ജോൺ പൊളിച്ചടക്കിയ വീഡിയോ ഉണ്ട്. പൊളിച്ചടക്കിയ വീഡിയോയിലും അദ്ദേഹം ഒരു വ്യത്യാസവുമില്ലാതെ വളരെ മനോഹരമായിട്ടാണ് പൊളിച്ചെടുക്കുന്നത്. പക്ഷേ വളരെ വിനയത്തോടെ സാറിന് വിളിച്ച് തന്നെയാണ് സാർ, അത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ. അങ്ങനെ അത്രത്തോളം നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഈ പത്രക്കാരുമായിട്ടുള്ള ഇടപെടലുകളിൽ അതുവഴി പുറത്തു വന്ന ഒരുപാട് വീഡിയോകൾ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അണ്ണാമല ഒരു വലിയ ഫാക്ടറായിട്ട് തമിഴ്നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് AIADMK, DMK എന്തായിരിക്കും അവരുടെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും? നിലവിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AIADMKയുടെ ഒരു സിറ്റുവേഷൻ. കാരണം AIADMK എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു പാൻ തമിഴിയൻ പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഇമേജ് ഉള്ള, കാരണം തുടർച്ചയായിട്ട് 10 വർഷം 2 തവണ ഭരണം നിർവഹിച്ച ഒരു പാർട്ടിയാണ് MGRന്റെ കാലത്തും ജയലളിതൻ്റെ കാലത്തും. അപ്പോൾ അത്രയ്ക്ക് എല്ലാ മേഖലയിലും, തമിഴ്നാടിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് നല്ല സ്വാധീനമുള്ള എല്ലാ വിഭാഗക്കാർക്കിടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് AIADMK. പക്ഷേ ജയലളിതയുടെ മരണത്തിന് ശേഷം AIADMK ശരിക്കും ഒരു അനാഥരായ ഒരു വിഭാഗം എന്നുള്ള രീതിയിലേക്ക് മാറി. കാരണം അവർക്ക് പടലപ്പിണക്കങ്ങളും കൂടി OPS ഇപ്പം പനീർസെൽവം ആണെങ്കിലും പളനിസ്വാമിയാണ് 2 തട്ടിൽ നിൽക്കുന്നു. പളനിസ്വാമിയാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാലോ OPSനെ പുറത്താക്കി. അതുകൂടാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ AIADMKയുടെ ഒരു പ്രസക്തിയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് BJPക്ക് ഏറ്റവും ഒരു ഗുണകരമായ കാര്യം. കാട്ടാൻ ഒരു നേതാവില്ല, ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവ്. നേരത്തെ ജയലളിത എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു ഫിഗറാണ്. പക്ഷേ ഈ പറയുന്ന പുതിയ നേതാക്കൾ ആരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാക്കൾ ഇല്ല, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാക്കളില്ല. സ്വാഭാവികമായിട്ടും ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ ആവശ്യമാണല്ലോ. അവിടെയാണ് അണ്ണാമലൈ ആ ഒരു കളം പിടിച്ചത് എന്ന് തോന്നുന്നു. അതെ, AIADMKയുടെ വോട്ട് ബാങ്കിലേക്ക് കയറി ചെന്ന് എങ്ങനെ BJP ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും BJP? കാരണം അത് നല്ലൊരു സുവർണ്ണ അവസരമാണ് ശരിക്കും BJPയെ സംബന്ധിച്ച് പറയുകയാണ്. ഇപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ വന്ന് നടത്തിയ റാലിയിൽ അദ്ദേഹം കൃത്യമായിട്ട് AIADMKൻ്റെ ഏറ്റവും വലിയ 2 ഐക്കൺസായ MGRനെയും പിന്നെ ജയലളിതയെയും അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞു, പ്രശംസിച്ചു, അവരുടെ റോള് പറഞ്ഞു. അതൊരു വലിയൊരു സിഗ്നലാണ് നൽകുന്നത്. അതായത് AIADMK വോട്ടർമാർ ഉള്ളൊരു സിഗ്നൽ കൂടിയാണ്. കാരണം AIADMKയുടെ വോട്ടർമാർ ഇപ്പം വളരെ നിരാശരാണ്, അവർക്ക് നല്ല രീതിയിലുള്ളൊരു ലീഡർഷിപ്പ് ഇല്ല. അപ്പം അണ്ണാമലയും BJPയും അതിന് പറ്റിയ ഒരിടമാണെന്ന് മോദി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ AIADMKയ്ക്ക് ഒരു 18 മുതൽ 20% വരെയുള്ള വോട്ട് ബാങ്കേ നിലവിലുള്ളൂ എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. AIADMK ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനത്തോടെ തമിഴ്നാട് ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ആ ഒരു സ്പേസിലേക്ക് BJPക്ക് ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. കാരണം BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP ഇപ്പം കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊങ്ക് നാടിലും ദക്ഷിണ തമിഴ്നാട്ടിലുമാണ്. ഇത് ശരിക്കും AIADMKയുടെ ബാസ്റ്റ്യൻസ് ആണ്. അണ്ണാമലയാണെങ്കിൽ ഗൗണ്ടറാണ്, അദ്ദേഹം വെള്ളാല ഗൗണ്ടർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. നമുക്കറിയാം പളനിസ്വാമിയുടെ അതേ വിഭാഗമാണ്. പക്ഷേ അദ്ദേഹം ഒരു പിന്നാക്കക്കാരനായ ഒരു നേതാവ് എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ട്. തമിഴ്നാട്ടിൽ അത് BJPക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. അതിന് ഉപരിയായിട്ട് ഒരു കർഷക നേതാവ് എന്നുള്ള, കർഷകൻ്റെ മകൻ എന്നുള്ളൊരു ഇമേജ് കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒരു പക്ക തമിഴൻ എന്നുള്ളൊരു ഇമേജ്. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കാർത്തിക് ചിദംബരവും അദ്ദേഹം തമ്മിൽ ഇരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് അല്ല, വേറൊരു ചാനലിൻ്റെ കോൺക്ലേവ് ആയിരുന്നു. അപ്പോൾ ആ കോൺക്ലേവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് ചിദംബരം ഇങ്ങനെ BJPയെ കുറിച്ച് പറഞ്ഞു. കാരണം BJP നോർത്ത് ഇന്ത്യൻ പാർട്ടി, ഹിന്ദി, അത് ഇതിങ്ങനെ കുറേ സ്ഥിരം നെറേറ്റീവ് ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ അണ്ണാമലെ കാർത്തിക് ചിദംബരത്തെ അവരെ ഇരുത്തി കൊണ്ട്, അതായത് വളരെ താഴ്മയോടെ പറഞ്ഞത്, കാർത്തിക് അണ്ണ എന്നാണ് പറയുന്നത്. 39 വയസ്സേ അണ്ണാമലയ്ക്കുള്ളൂ, കാർത്തിക് ചിദംബരം സീനിയറാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ, എന്നെ കാണുമ്പോൾ എന്നെ ഒരു നോർത്ത് ഇന്ത്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ ബേസിക്കായുള്ള കാര്യങ്ങളേ അറിയുള്ളൂ. കാരണം IPS ആയതുകൊണ്ട് എനിക്ക് ഹിന്ദി കുറച്ച് അറിയാം. ഞാൻ നോൺ വെജിറ്റേറിയനാണ്, ഞാൻ വെജിറ്റേറിയൻ അല്ല. എനിക്ക് ഈ ബ്രാഹ്മണിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഞാനൊന്നുമല്ല. ഞാനൊരു പിന്നാക്കക്കാരനാണെന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. അതായത് ഞാനൊരു യഥാർത്ഥ തമിഴനാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ BJPക്കാരനാണ്, പക്ഷേ ഞാനൊരു യഥാർത്ഥ തമിഴനാണ്. അല്ലാണ്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു നെറേറ്റീവിൽ നിങ്ങൾ എന്നെ നോക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ എന്തെങ്കിലും പറയരുത് എന്നുള്ള രീതിയിൽ തന്നെ കറക്റ്റായിട്ട് അദ്ദേഹം കുറുക്കിക്കൊള്ളുന്ന മറുപടി. അപ്പോൾ അതാണ് അണ്ണാമലയുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത്, BJPക്കൊപ്പം കുറേ പാർട്ടികൾ ഇപ്പം ഒപ്പം കൂട്ടാൻ നിൽക്കുന്നു. 2014 BJP ചെയ്തത് ഏതാണ്ട് സക്സസ് ആയിരുന്നു. 2 സീറ്റ് അന്ന് NDA നേടി. AIADMKയുടെ സ്വീപ്പായിരുന്നു ആ സമയത്ത്, ജയലളിതയുള്ള സമയമാണ് 2014. 39ൽ 37 സീറ്റും AIADMK നേടിയെങ്കിലും BJPയുടെ നേതൃത്വത്തിലുള്ള NDA അന്ന് 2 സീറ്റ് നേടിയിരുന്നു. അൻപുമണി രാമദോസ് PMKക്ക് വേണ്ടി ധർമ്മപുരിയിൽ വിജയിച്ചു.
പിന്നെ പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ ജയിച്ചു. അന്ന് DMK ശരിക്കും ആ DMK ഒരു അപ്രസക്തമായ ഒരു അവസ്ഥയാണ്. കാരണം ഒറ്റ സീറ്റ് പോലും DMKക്ക് ലഭിച്ചില്ല. അന്ന് ADMKയുടെ ഈ തരംഗത്തിനിടയിലും NDA, അതായത് BJPയുടെ നേതൃത്വത്തിൽ NDA പിടിച്ചു നിന്നത് ആ ഒരു തന്ത്രപരമായൊരു സഖ്യമായിരുന്നു. BJPക്കൊപ്പം PMKയെ കൂട്ടി. PMK എന്ന് പറഞ്ഞാൽ നോർത്ത് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് വണ്ണിയാർ ബെൽറ്റ്, വണ്ണിയാർ വിഭാഗക്കാരുടെ നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അതിനൊപ്പം വിജയകാന്തിൻ്റെ DMDKയും ഉണ്ടായിരുന്നു, വൈക്കോയുടെ MDMKയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു, പിന്നെ 1-2 ചെറിയ കക്ഷികളുണ്ട്. അത് നല്ലൊരു ഒരു മൂന്നാം മുന്നണി എന്നുള്ള രീതിയിലേക്ക് തമിഴ്നാട്ടിൽ ശരിക്കും പൊസിഷൻ ചെയ്തിരുന്നു. അങ്ങനെ അവർ ഏതാണ്ട് 15% വോട്ട് പിടിച്ചു, 2 സീറ്റും നേടി. ഇത്തവണയും BJP ആ രീതിയിലുള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം 2 ദ്രാവിഡിയൻ പാർട്ടികൾക്കെതിരെ ഉള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. കാരണം ജനങ്ങൾ മടുത്തിട്ടുണ്ട്. ഈ 2 ദ്രാവിഡിയൻ പാർട്ടീസും കൂടെ ചേർന്ന ഒരു 50% വോട്ടേ ഉള്ളൂ, ശരിക്കും ഉള്ളൂ നിലവിലെ സാഹചര്യത്തിൽ. അപ്പം അതിന് പുറത്തൊരു വലിയ സ്പേസ് തമിഴ്നാട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക? ഒന്ന് BJPയുടെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മളിപ്പം പല സർവേകൾ പറയുന്നത് എന്തായാലും BJP ഏറ്റവും ചുരുങ്ങിയത് 10% കൂടുതൽ വോട്ട് ഇത്തവണ ഒറ്റയ്ക്ക് പിടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതൊരു വലിയ ജമ്പാണ്. അത് 18 മുതൽ 20 വരെ പോവാം. അണ്ണാമല പറഞ്ഞിരിക്കുന്നത് 25% വോട്ട് BJP പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നമുക്ക് തീർത്തും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനൊപ്പം ഈ വണ്ണിയാർ ബെൽറ്റിൽ നിർണായക സ്വാധീനമുള്ള PMKയുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ചിലപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ ചിലപ്പം തീരുമാനം വന്നേക്കാം, കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അത് കൂടാതെ തന്നെ DMDKയും ലക്ഷ്യമിടുന്നുണ്ട്. അതിനൊപ്പം TMC, തമിഴ് മാനില കോൺഗ്രസ്, പഴയ മൂപ്പനാരുടെ ഗോവിന്ദവാസൻ ഇപ്പം നേതൃത്വം കൊടുക്കുന്ന കക്ഷി വന്നിട്ടുണ്ട്. അതുകൂടാതെ AMMK, അതായത് അമ്മ മക്കൾ മുന്നേറ്റ കഴകം, TTV ദിനകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5% വോട്ട് പിടിച്ചിരുന്നു. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 2.5% വോട്ട് നേടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ചില പോക്കറ്റുകളുണ്ട്. പഴയ ADMK മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് ചില പോക്കറ്റുകളുണ്ട്. അതിനൊപ്പം പനീർസെൽവവും വരുന്നുണ്ട്. പനീർസെൽവം ഓൾറെഡി ആയിക്കഴിഞ്ഞു, സഖ്യത്തിലായിക്കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടി ചേരുമ്പോൾ ശരത്കുമാർ ലയിച്ചു. അപ്പോൾ ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇന്ത്യ മക്കൾ കച്ചി എന്ന് പറയുന്ന ഒരു അത്യാവശ്യം സ്വാധീനമുള്ള ചില പോക്കറ്റുകളൊക്കെ ഉള്ള ഒരു കക്ഷിയും ഇപ്പം നിലവിൽ NDAയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു റെയിൻബോ കൊലീഷൻ പോലെ ആവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ സാധ്യതകൾ എന്താണ് ഇപ്പോൾ തമിഴ്നാട്? ഒരു കാലത്ത് തമിഴ്നാട് അടക്കി വാണിരുന്ന കോൺഗ്രസിന് ഇപ്പോഴത്തെ സാധ്യത എന്താണ്? അവിടുത്തെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ശരിക്കും അപ്രസക്തമാണ് തമിഴ്നാട്ടിൽ. DMKയുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ലാതെ. കാരണം ഈ ഒരു സഖ്യം നമുക്കറിയില്ല. നിലവിലിപ്പം ADMK ചിഹ്ന ഭിന്നമായ അവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ. അതുമാത്രമല്ല, നല്ലൊരു പ്രതിപക്ഷമില്ല. BJP വളർന്നു വരുന്നു, പക്ഷേ എന്നാൽ പോലും പൂർണ്ണമായും പൊസിഷൻ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ വലിയൊരു DMK ആൻറ്റി കോൺഗ്രസ് വികാരം തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിലവിലിപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ ഈ സഖ്യം തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ DMK ആണ് പ്രധാനപ്പെട്ട കക്ഷി. DMKക്കൊപ്പം രണ്ടാമത്തെ കക്ഷിയായിട്ടാണ് കോൺഗ്രസ് ഉള്ളത്. അതായത് DMK പറയുന്ന സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പം DMKക്കൊപ്പം ചേർന്ന് ഉള്ള ഒരു ശക്തിയല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പിക്ചറിലേ ഉണ്ടാവില്ല. കാരണം നിലവിൽ BJPയുടെ ആ രീതിയിലുള്ള പിന്തുണ പോലും കോൺഗ്രസിന് തമിഴ്നാട്ടിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 6 മുതൽ 8% വരെ വോട്ട് മാക്സിമം പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയെ കോൺഗ്രസിനുള്ളൂ. കാരണം ജനകീയമായുള്ള നല്ല നേതാക്കളില്ല. അതുകൂടാതെ പല ആളുകളും ഇപ്പം BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്ടിലെ വിളവങ്കോട് നിന്നുള്ള MLA ആയ വളരെ ഫേമസ് ആയുള്ള ഒരു വനിതാ നേതാവ്, അതായത് വിജയധരണി, അവരിപ്പം BJPയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കൾ BJPയിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ സ്വന്തമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രസക്തിയും നിലവിലില്ല. കുറച്ച് വോട്ടുണ്ട്, പരമ്പരാഗതമായുള്ള വോട്ടുണ്ട്. പക്ഷേ യുവജനതയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു കക്ഷിയല്ല. പക്ഷേ DMKയുടെ പിറകിൽ നിന്നുകൊണ്ട് ആ ഒരു സഖ്യം, അപ്പോൾ ഈ സഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DMK ഉണ്ട്. DMKക്ക് ഒരു 30% വോട്ട് ഇപ്പം നിലവിലെ അവസ്ഥയിലുണ്ട്. അതുകൂടാതെ കോൺഗ്രസിന്റെ വോട്ട് ചേരുന്നു. അതിനെ കൂടാതെ 2 ഇടത് പാർട്ടികൾ, CPM, തൊട്ടപ്പുറത്ത് CPM കൂടെ നിൽക്കുകയാണല്ലോ ഇവിടെ അവിടെ ചങ്ങാത്തത്തിലാണ്. അതെ, എനിക്ക് തോന്നുന്നത് CPMന്റെ സ്ഥാനാർത്ഥിയുടെ ഈ ഇടയ്ക്ക് ഒരു വൈറലായിരുന്നു, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചോട്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതെ. അപ്പോൾ CPMനും CPIക്കും സ്വാഭാവികമായിട്ടും DMKയുടെ ഒരു പിന്തുണയോടുകൂടി അവിടെ കുറച്ച് വോട്ടുകൾ ലഭിച്ചേക്കാം. അതെ, 2% മുതൽ 4% വരെ ഒരു ഭാഗ്യം നോട്ടയുടെ അത്രയൊക്കെ ഉള്ളൂ. CPMനെ സംബന്ധിച്ചുള്ള 2% മുതൽ 4% ഇടയിലൊക്കെ വോട്ട് ഉണ്ട്. ചില പോക്കറ്റ്സ് അത്രയേ ഉള്ളൂ. CPI സംബന്ധിച്ച് അത്രയും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ, അതിനൊപ്പം VCK എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ട്, വിടുതലെ ചിത്രികൾ കക്ഷി എന്ന് പറയുന്ന ദളിത് പന്തസ് പഴയ തോട്ടിരുമൽ വൽവൻ. അപ്പോൾ ആ പാർട്ടി കൂടെ ചേരുമ്പോൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇവർക്കെല്ലാം കുറച്ച് വോട്ടുണ്ട്. ഇവരെല്ലാം ഓരോ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മുടെ UDF പറയുന്ന പോലെ കേരള കോൺഗ്രസ്, അതെ, അത് വരുന്നു. പിന്നെ ഈ മുസ്ലിം ലീഗ് ഉണ്ട്,
മുസ്ലിം ലീഗിനും കുറച്ച് വോട്ടുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കൊലീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ സത്യത്തിൽ DMK ആണ്. എന്നാൽ DMK ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള ധൈര്യമില്ല. DMK ഓരോ മണ്ഡലത്തിലും ഈ പറയുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ചില ജാതീയ പാർട്ടികളുടെ സപ്പോർട്ട് കൂടെ വേണം. എന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ബേസിക്കായുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വടക്കൻ തമിഴ്നാടാണ്. ചെന്നൈയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. അതിനൊപ്പമുള്ള വെല്ലൂർ പോലത്തെ കുറേ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ DMK തകരുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി അതോടുകൂടി തമിഴ്നാട്ടിൽ പൂർണ്ണമായി അവസാനിക്കും. മറ്റു പാർട്ടികളുടെ അവസ്ഥ ഇതാണ്. എന്തായാലും തമിഴ്നാട്ടിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിലൊരു നിർണായക ഘടകമായിരിക്കും ഈ NDA ഒരു പെർഫോമൻസ്. NDA ഒരു 2 സീറ്റ് നേടിയാൽ പോലും അത് വലിയ, പ്രത്യേകിച്ച് BJP നേടുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. അതെ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പൊതുവെയുള്ളൊരു സംശയമാണ്. അതായത് തമിഴ്നാട് ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. അത്രത്തോളം ഭൂരിപക്ഷമായിട്ടുള്ള അതുപോലെ വിശ്വാസമുള്ള ഹിന്ദു വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് ഇവിടുത്തേത്. എന്തുകൊണ്ട് ഹിന്ദുത്വ പാർട്ടിയായ BJPക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പൊതുവേ ഉള്ളൊരു സംശയമാണ്. അതെ, എന്താണ് അതിനെപ്പറ്റി? അത് BJP പൊസിഷൻ ചെയ്തതിൽ കുറേ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യ കാലഘട്ടത്തിൽ, ആദ്യകാലത്തിൽ കൃത്യമായിട്ട് തന്നെ ഈ 2 പാർട്ടികളും ADMK ആയിക്കോട്ടെ DMK ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ആ പെരിയാറിൻ്റെ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, അതൊരു ബ്രാഹ്മണിക്കൽ പാർട്ടിയാണ് BJP, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ് ഹിന്ദി. തമിഴന്മാരുടെ ചില വികാരങ്ങളുണ്ട്, അത് അവരെ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ രീതിയിലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ട് BJP അവിടെ ഒരു റെലവൻ്റ് അല്ല എന്നുള്ളത്. പിന്നെ സ്ട്രാറ്റജിക്കലി നോക്കുകയാണെങ്കിൽ BJPക്ക് ആദ്യകാലത്ത് കുറേ പാളിച്ചകൾ തമിഴ്നാട്ടിൽ പറ്റിയിട്ടുണ്ട്. BJPയുടെ പല നേതാക്കളും ജനകീയരായിരുന്നില്ല. തമിഴ്നാട്ടിൻ്റെ പൊളിറ്റിക്സിന് വേണ്ട ആ ഒരു OBC ലീഡർഷിപ്പ് ഒന്നും പലപ്പോഴും BJPക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ നോക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആദ്യം തമിഴ് സൗന്ദരരാജൻ വന്നു. അവർ നാടാർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരുന്നു, OBC വിഭാഗമായിരുന്നു. അതിനുശേഷം പ്രസിഡൻ്റായത് L മുരുകനാണ്. അതൊരു വിപ്ലവമായിരുന്നു. കാരണം BJPയെ സംബന്ധിച്ച് അത് BJPയുടെ നെറേറ്റീവ്, ഈ പറയുന്ന നെറേറ്റീവ് BJP ശരിക്കും പൊളിക്കുന്ന ഒരു സംഭവമായിരുന്നു. മുരുകൻ ദളിത് സമുദായത്തിൽപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് നിലവിൽ അദ്ദേഹം. അതിനുശേഷമാണ് അണ്ണാമലൈ വരുന്നത്. അപ്പം BJP ശരിക്കും ഒരു അവിടുത്തെ ഒരു മാസിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെന്നാണ് തോന്നുന്നത്. തമിഴ് സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കൾ BJPയിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതായത് BJPക്ക് ഒരു അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു ശരിയായ ഇതല്ല, പക്ഷേ എന്നാൽ പോലും അതിൽ സക്സസ് ആയിരുന്നു. ഈ DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അത് BJP ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്, ജനകീയ ആയുള്ള ആൾക്കാരൊന്നും BJPയിൽ ഈ പറയുന്ന OBC വിഭാഗത്തിൽ നിന്ന് ഇല്ല. BJP ഒരു നമ്മളല്ല തമിഴ് സ്വത്വം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയല്ല എന്നുള്ള ഇമേജ് ഉണ്ട്. അത് ശരിക്കും ഇപ്പോൾ പൊളിച്ചു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ക്ഷേത്രാരാധന ഡെയിലി രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന വലിയൊരു ജനവിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ്. രാമന് പകരം മുരുകനെ അതെ, വേലിയാത്ര നടത്തുന്നത് BJPയുടെ ആദ്യത്തെ ഒരു പരീക്ഷണം അതായിരുന്നു, വേലിയാത്ര. അത് മുരുകന്റെ നേതൃത്വത്തിലായിരുന്നു. മുരുകൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് അത്. പക്ഷേ ഒരു മോഡറേറ്റ് സക്സസ് ആയിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു ചുവടുവയ്പ്പായിരുന്നു. കാരണം വലിയൊരു ചുവടുവയ്പ്പായിരുന്നു ആ രീതിയിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അവിടെ ഒരുപാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ BJP വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു പല വിഷയങ്ങളും. ഇപ്പം തമിഴ്നാട്ടിലും മുരുകക്ഷേത്രത്തിലെ ഈ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സംഭവം. അതാണ് വേലിയാത്രയ്ക്ക് കാരണമായത്. കാരണം അവർ മുരുകനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു വീഡിയോ വന്നു. അതിനുശേഷം അത് വലിയൊരു വികാരമായി മാറി. മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു വലിയ വികാരമാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോൾ അത് നമ്മൾ പറയാൻ വിട്ടുപോയി. കാരണം അദ്ദേഹം ഓരോ തവണയും തമിഴ്നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഒന്ന്, ഇന്നത്തെ ഈ എഡ്യൂക്കേറ്റഡ് ആയുള്ള തമിഴിയൻ യൂത്ത്, അവർക്ക് മോദി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയൊരു ഫിഗർ തന്നെയാണ്. അവർ മോദിയെ വളരെ രീതി പാർട്ടിക്ക് അതീതമായി മോദിയെ ഒരു എന്താ പറയുക ഡെലിവർ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം വന്നിട്ട് ഇപ്പം കാശി തമിഴ് സംഘം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തി, അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം ഓരോ പ്രസംഗങ്ങളും വണക്കം പറഞ്ഞ് തമിഴിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പ്രസംഗങ്ങൾ തുടങ്ങുന്നത്. അത് മാത്രമല്ല, ചെങ്കോൽ എന്ന് പറഞ്ഞാൽ തമിഴിൻ്റെ ഒരു വലിയ എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റീൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് പാർലമെൻറ്റിൽ അദ്ദേഹം സ്ഥാപിച്ചു, ചോള സാമ്രാജ്യം. പിന്നെ നമ്മൾ നോക്കേണ്ട ഈ അണ്ണാമലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് മോദി. അത് ആ ഒരു ലാസ്റ്റ് നടന്ന ഒരു കൈതട്ട് മനസ്സിലാവും. അത് കറക്റ്റായിട്ടുള്ളതാണ്. ഗംഭീര വർക്കാണ് നീ ചെയ്യുന്നത് കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെറേറ്റീവ് പൊളിക്കാൻ BJPക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഒരിക്കലും ഹിന്ദുവിരുദ്ധമൊന്നുമല്ല. ഇപ്പോൾ DMKയുടെ ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ചാൽ DMK ഈ പെരിയാർ സംഭവങ്ങളൊക്കെ പറയുമെങ്കിൽ അവരുടെ കുടുംബാധിപത്യവും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കാനാണ് ഉദയനിധിയിലേക്ക് തന്നെ നമുക്കറിയാം. എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവർ മാറും.
നേരെ ഉൾട്ട പോകും. പിന്നെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. അങ്ങനത്തെ നേതാക്കൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, ശ്രീരാമ പ്രാണപ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട് പിന്നെ മുരുകനെയാണല്ലോ സ്റ്റാലിൻ പകരം വെക്കാൻ. അതായത് മുരുകക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു സർക്കാരിൻ്റെ. അപ്പൊ അത് ആ രീതിയിൽ അവരെപ്പോഴും അങ്ങനെ. പൊതുവെ DMK കുറിച്ച് പറയുന്നത് വെച്ചാൽ ആദ്യത്തെ 3 വർഷം അധികാരത്തിൽ വന്ന ഹിന്ദു വിരുദ്ധമായുള്ള കുറേ സാധനങ്ങൾ പറയാം. അതിന് കുറേ നേതാക്കളുണ്ട്, നമുക്ക് പേരാജിയൊക്കെ പോലുള്ള നേതാക്കൾ അറിയാലോ. അത് കഴിഞ്ഞ് അവസാന 2 വർഷം ആകുമ്പോൾ ചേഞ്ച് ആവും. കാരണം അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, അവരുടെ പല നേതാക്കളും ക്ഷേത്രങ്ങളിൽ പോകുന്നു, കുറേ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നു, കുറേ പണം കൊടുക്കുന്നു ക്ഷേത്രങ്ങൾക്ക്. എന്നിട്ട് പറയും ഞങ്ങൾ ഒരിക്കലും ഹിന്ദു വിരുദ്ധരൊന്നുമല്ല, ഞങ്ങൾ ഈ ജാതീയതക്കെതിരെയാണെന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ ഏറ്റവും വലിയ ആ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ആ ഒരു ഉഡായിപ്പ് പരിപാടികളൊക്കെ ശരിക്കും ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത്. മോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ പഴയ ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. തുഗ്ലക്കിന്റെ ഒരു ചോരാമസ്വാമിയുടെ. അതെ, അതൊരു എന്ന് വെച്ചാൽ ഒരു പിന്നെ അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല, ഇല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അന്ന് ചോരാമസ്വാമി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു അത് ഭയങ്കര വൈറലായിരുന്നു. അതിനുശേഷം അന്ന് ചെന്നൈയിൽ നരേന്ദ്രമോദി നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ രസകരമായിട്ടുള്ള. അന്ന് ആ ഓഡിയൻസ് ഭയങ്കര കയ്യടിയായിരുന്നു. അന്ന് തന്നെ നമുക്കത് മനസ്സിലാകുമായിരുന്നു അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഒരു നേതാവ് ആയി മാറുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ കുറച്ച് പിന്തുണയും നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിലുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായുള്ള മണ്ഡലങ്ങൾ, ചെന്നൈ ആണെങ്കിലും കോയമ്പത്തൂർ ആണെങ്കിലും BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്തും അല്ലാത്ത സ്ഥലങ്ങളിലും. കാരണം പല സ്ഥലത്തും BJP സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്, ഗ്രൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ ഇപ്പം വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും DMK വിരുദ്ധരാണ് ADMK വോട്ട് ചെയ്യും, ADMK വിരുദ്ധരാണെങ്കിൽ DMKക്ക് വോട്ട് ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കാരണം BJP ഗ്രൗണ്ടിലുണ്ട്. അണ്ണാമല വന്നതിന് ശേഷം താഴെത്തായിട്ടുള്ള പ്രവർത്തനം സജീവമാക്കി. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടർ ആയിരിക്കുകയാണ് അണ്ണാമലൈ. അതെ, കാരണം അദ്ദേഹം BJPക്ക് പ്രസക്തി ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പം വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ. എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര സീറ്റ് എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ഇപ്പം സംശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെറേറ്റീവ് കൊണ്ടുവരുമ്പോൾ BJP വളരെ ശക്തമായിട്ട് ഫീൽഡിലുണ്ട്. അതുമാത്രമല്ല, അവർ എലൈസ് ആയിട്ട് മത്സരിക്കുന്നു. ഇപ്പം ADMK വിട്ട് സ്വതന്ത്രമായിട്ട്, എന്നാൽ മറ്റ് പാർട്ടികളുമായി ചേർന്ന് മത്സരിക്കുന്നു. പല മണ്ഡലങ്ങളും വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇപ്പം കോയമ്പത്തൂർ, തിരുപ്പൂർ, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളുണ്ടല്ലോ. പിന്നെ രാമനാഥപുരം, ചെന്നൈ തന്നെ ഇപ്പം ചെന്നൈ സെൻട്രലിലോ അല്ലെങ്കിൽ ചെന്നൈയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കുഷ്ബു മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. എൽമുരുകൻ ചിലപ്പോൾ നീലഗിരിയിൽ മത്സരിച്ചേക്കാം. അണ്ണാമലയുടെ കാര്യം അറിയില്ല. അദ്ദേഹം കോയമ്പത്തൂരേറ്റ മത്സരിക്കുകയാണ്, ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. പിന്നെ കന്യാകുമാരിയിലാണെങ്കിൽ BJPക്ക് നിലവിൽ ഓൾറെഡി ഒരു MLA ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന്, MR ഗാന്ധി എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു കാര്യം എന്നോട് വിട്ടുപോയി പറയാൻ. അതായത് ഈ ഈറോഡാണ് പെരിയാറിൻ്റെ ജന്മ നാട്. അപ്പം ഈറോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഒരു തുടക്കം, പെരിയാറിൻ്റെ ജന്മനാട്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ആ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഈറോഡ് വരുന്ന സ്ഥലത്ത് നിന്ന് മോദക്കുറിച്ചി എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJP ജയിച്ചിരുന്നു. BJPയുടെ CR സരസ്വതി എന്ന് പറയുന്ന നേതാവ് വന്ന് അവിടുത്തെ ജയിച്ച MLA. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതായത് ഈ വസന്തത്തിന്റെ ഇടിമുഴക്കം ആരംഭിച്ച നക്സൽ ബാരിയിൽ BJP ജയിച്ചു എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് പറയുന്ന പോലെ ദ്രാവിഡവാദത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഹിന്ദുത്വ പാർട്ടി ജയിച്ചു വരികയാണെന്നുള്ള ആ ഒരു മാറ്റം തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. ശരി, പൊതുവായി പറഞ്ഞാൽ എത്ര സീറ്റുകൾ, ഏകദേശം ഒരു കണക്ക് നമുക്ക് എത്ര വെച്ച് നമുക്ക് ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും? ഇതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ DMKയുടെ നിലവിലുള്ള ഒരു സഖ്യം വളരെ സ്ട്രോങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഓപ്പോസിഷൻ ഫീബിൾ ആയതുകൊണ്ട്. കാരണം ADMKയുടെ തകർച്ച തമിഴ്നാട് പൊളിറ്റിക്സിനെ DMKക്ക് ഒരു സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട് തൽക്കാലത്തേക്കെങ്കിലും. കാരണം DMKക്ക് അറിയാം അവർക്ക് എക്കാലം ഈ ഒരു നെഗറ്റീവ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നിലവിൽ DMK നേരിടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി അതാണ്. അതായത് പ്രതിപക്ഷത്തിൽ ഐക്യമില്ല. മെയിൻ പ്രതിപക്ഷമായ ADMK തകർന്നിരിക്കുന്നു. BJP വളർന്നു വരുന്നുണ്ട്. പക്ഷേ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ ചിലപ്പം കാട്ടാൻ പറ്റില്ല. കാരണം അവർക്ക് സമയം വേണം കുറച്ച്. പക്ഷേ എന്നാൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും കൂടുതൽ സീറ്റുകൾ, അതായത് ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്തായാലും ഒരു 50 മുതൽ 55% വരെ ഈ DMK, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI, VCK ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ എന്തായാലും ഒരു 50-55% വരെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും BJPയുടെ നേതൃത്വത്തിൽ BJPക്ക് എത്ര വോട്ട് കൂടുതൽ നേടാൻ പറ്റും ഒറ്റയ്ക്ക്, അതായത് BJP ഒരു 20% വോട്ടൊക്കെ നേടുകയാണെങ്കിൽ അതിനൊപ്പം ഈ പറഞ്ഞ PMKയും ഇനിയിപ്പോൾ DMDK വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഇപ്പം എല്ലാ പാർട്ടികളും നമ്മൾ പറഞ്ഞു, ഇപ്പോൾ AMMK പോലത്തെ പാർട്ടികൾക്കൊക്കെ സ്വാധീനമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ 2014 15% NDA വോട്ട് നേടിയിരുന്നു. BJP 5%, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന്. ഇത്തവണ അതെന്തായാലും BJP തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15% മുതൽ 20% എടുത്ത് BJPക്ക് വോട്ട് വരും. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 30% വരെയൊക്കെ അത് എത്താൻ പറ്റുകയാണെങ്കിൽ എന്തായാലും 20 കടന്നാൽ തന്നെ സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാനാണ്
വരാനാണ് സാധ്യത. അപ്പം ഒരു 4 മുതൽ ഒരു 6 സീറ്റ് വരെയൊക്കെ ബി ജെ പി നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. NDA സഖ്യം ബി ജെ പി അല്ല NDA സഖ്യം. അതിൽ തന്നെ ബി ജെ പി 2-3 സീറ്റുകൾ നേടിയാൽ അത്ഭുതപ്പെടേണ്ടില്ല. പ്രത്യേകിച്ച് കോയമ്പത്തൂർ, രാമനാഥപുരം, പിന്നെ തിരുനെൽവേലി, പിന്നെ എങ്ങനെ ബി ജെ പി മത്സരിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് പിക്ചർ കിട്ടില്ല എവിടെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ സാധ്യതകളുണ്ട്. കന്യാകുമാരിയിൽ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ബി ജെ പി മുമ്പൊക്കെ നേടിയിട്ടുണ്ട് സഖ്യത്തിൽ. പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്തവണ എന്തായാലും എന്തെങ്കിലും ഒരു ചലനം ബി ജെ പി ഉണ്ടാക്കും. നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ജനക്കൂട്ടും ഈ അണ്ണാമലയുടെ യാത്രയൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് എത്രത്തോളം സീറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലെങ്കിൽ വോട്ടായി മാറും എന്നുള്ളത് നമുക്കിപ്പം ഒരു പ്രഡിക്ഷൻ അത്ര എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പി എന്തായാലും ഒരു വലിയ മാറ്റമായിട്ടുള്ള ഒരു മാറ്റം അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്താ പറയുക, പിക്ചർ അബീബി ബാക്കി ഹേ എന്ന് പറയുന്ന പോലെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര മുന്നേറ്റം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടായിരിക്കും നെക്സ്റ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട വിശകലനമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത സംസ്ഥാനവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.